ഇപ്പം നമ്മളൊരു 35 വയസ്സുള്ള ഒരാളെ കാണുമ്പോൾ അവരുടെ കയ്യും കാലും നല്ല ഡ്രൈ ആയിരിക്കും. അപ്പം നമുക്ക് അവരെ കാണുമ്പോൾ എന്നാ തോന്നും, ഒരു 45 വയസ്സ് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 50 വയസ്സോ 60 വയസ്സോ കാണുമായിരിക്കും എന്ന് തോന്നും. പക്ഷേ അവർക്ക് 35 വയസ്സേ കാണത്തുള്ളൂ. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ സ്കിൻ നല്ല ഡ്രൈ ആയി ഇങ്ങനെ വിണ്ട് കീറിയിട്ട് അത് ചുരുങ്ങി സ്കിൻ നല്ല ഡ്രൈ ആകുന്നതാണ് ഇതിന് പ്രധാന കാരണം. അതൊരു പ്രോബ്ലമേ അല്ല. നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഹോം റെമഡീസ് ഉണ്ട്. നമ്മൾ കടയിൽ പോയി ഒത്തിരി രൂപ കൊടുത്ത് നമ്മൾ ഈ ലോഷനോ ബോഡി ലോഷനോ അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പണ്ടുള്ള സിദ്ധറുകൾ പറഞ്ഞു തന്ന ചെറിയ ചെറിയ റെമഡി വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതിന് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരു കൊതുക് കടിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചൊറിഞ്ഞെന്നാൽ ആ സ്ഥലം ഫുള്ള് വൈറ്റ് കളറാകും അല്ലേ. അപ്പോൾ അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന റെമഡി നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഒരു മാസം നമ്മൾ ചെയ്തെന്ന സൂപ്പർ സ്കിൻ ഗ്ലോ ആകും. ഒന്ന് ചെയ്ത് നോക്കാം വാ. ബാർലരിയാണ് കേട്ടോ, ബാർലരി പൊടിച്ചത് ഒരു 5 സ്പൂൺ ബാർലരി എടുക്കാം. ബാർലി വാങ്ങി നമ്മളൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കടയിൽ നമുക്ക് ബാർലി ആയിട്ടല്ലേ കിട്ടുന്നത്, അതൊന്ന് പൊടിച്ചെടുക്കാം. 5 സ്പൂൺ ബാർലരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. ഇത് ഞാൻ മഞ്ഞൾ വാങ്ങിച്ച് പൊടിപ്പിച്ചതാണ്. ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടുകെണ്ണയാണ്, മസ്റ്റർഡ് ഓയിൽ വേണ്ട. ഇത് നമുക്കൊരു 3 സ്പൂൺ വേണം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ, ഒരു 1/4 ടീസ്പൂണും കൂടെ ഒഴിച്ചായിരുന്നു. അപ്പോഴാണ് നല്ലപോലെ ഒന്നായത് മിക്സ് ആയത്. ഇത് നല്ല സൂപ്പർ എഫക്റ്റീവാണ് ഒരു റെമഡിയാണ്. നല്ല നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകാതിരിക്കും, നല്ല കളറാകാനും നല്ല സൂപ്പർ ഒരു റെമഡിയാണിത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒത്തിരി രൂപ കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ ചുമ്മാ ആവശ്യമില്ലാതെ മേത്തെല്ലാം തേക്കുന്നതിനെക്കാട്ടിൽ ഇത് നമ്മുടെ മേത്ത് തേച്ചത് നമ്മുടെ സ്കിന്നിലിരിക്കുന്ന മുടിയെല്ലാം പോകും, നല്ല ഗ്ലോ ആകും, സൂപ്പറാകും നമ്മുടെ. ഇത് നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ യൂസ് ചെയ്യുന്നതാണിത്. അവർ ഈ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് എടുത്ത് യൂസ് ചെയ്യും. മസ്റ്റർഡ് ഓയിൽ അങ്ങനെ ഒരു വലിയൊരു ഗുണമുള്ള സാധനമാണ്. അത് നമ്മൾ അച്ചാറിടാനും പിന്നെ നമ്മൾ മെഴുക്ക് പുരട്ടി അതൊക്കെ ഉണ്ടാക്കാനും യൂസ് ചെയ്യുക. അത് അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. പിന്നെ അതിൻ്റെ ടേസ്റ്റ് പിടിക്കാത്തവർ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അച്ചാറിട്ട് വയ്ക്കാം. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് വളരെ ഗുണമുള്ള സാധനമാണ് കടുകെണ്ണ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. 3ഉം കൂടെ നല്ലപോലെ മിക്സ് ആകണം. മിക്സ് ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് എടുത്ത് നമുക്ക് കയ്യിലെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ലപോലെ നല്ല തേക്കണം. തേച്ചെന്നാൽ നല്ല സ്കിൻ നല്ല ഗ്ലോ ആകും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ലപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റാർഡ് ഓയിൽ വെരി സൂപ്പർ എഫക്റ്റീവാണ് ഒരു ഓയിലാണ്. അത് നല്ല കഴിക്കാനും നല്ലതാണ്, ബോഡിയെ പുറത്ത് പുരട്ടാനും നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്കും ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു. ലവ് യു മക്കളെ.